ഇജ്ജാളിയാക്കാനോടൊന്ന് ചോദിച്ചു നോക്ക് സേനത്തെ. എന്തിനാ ഞാൻ അങ്ങോട്ട് മാറ്റിയെന്നില്ല അറിയണ്ടേ? ജുവാ നമുക്ക് ചോദിച്ചു നോക്കാം ആളിയാക്കാനോട്. അല്ല, സമീർ ഇന്ന് കടയിൽ പോയപ്പോഴേ മുജീബാക്കും പിന്നെ ഷിബുവും കൂടെ ഓനെ ഓഫീസിലെ കാര്യങ്ങൾക്കൊക്കെ മാറ്റിയിട്ട് ഗോഡൌണിക്ക് ആക്കിക്കൊണ്ടത്രേ. നിങ്ങൾ അറിഞ്ഞിക്കണത്? അതെ, ഞാൻ പറഞ്ഞ കാണ്ട് തന്നെ അവിടുന്ന് മാറ്റിച്ചിട്ടുണ്ട്. ഓഞ്ഞ് കുറച്ചു കാലേ ഗോഡൌണിലെ കാര്യങ്ങളൊക്കെ നോക്കിക്കോട്ടെ, ലോഡ് കയറ്റലും ഇറക്കലൊക്കെ. അതല്ല നല്ലത്. ഓഫീസിലെ കാര്യങ്ങളൊക്കെ മുജീബും പിന്നെ ഞാനും നാട്ടിലുണ്ടല്ലോ, അത് ഞാൻ നോക്കിക്കൊണ്ട്. അതെന്താ കളിയാക്കാ നിങ്ങൾ അങ്ങനെ ഒരു തീരുമാനം എടുത്ത്? പിന്നെ വിശ്വാസമില്ലാത്ത പോലെ ഓല് പറയണത് നിങ്ങൾ നോക്കണ്ട. ഈ കാര്യങ്ങളൊക്കെ ഞാനെല്ലാം നോക്കി നടത്തിയ കമ്പനിയിലൊക്കെ. ഇപ്പൊ നിങ്ങൾ ഈ പറയുമ്പോൾ നിങ്ങൾക്ക് പിന്നെ ഒരു വിശ്വാസക്കുറവുള്ള മാതിരി തോന്നുന്നു. അതൊരു വിശ്വാസത്തിന്റെ പ്രശ്നമല്ലടാ സമീറെ. ഇത് നമ്മളത് മാത്രമല്ലല്ലോ സ്ഥാപനം. ഓല് പറയുന്നുണ്ട് കുറച്ചൊക്കെ നമ്മൾ കേൾക്കണ്ടേ. എനിക്കിപ്പോൾ എവിടെയാലും പണിയെടുത്തോക്കാണ്ട് ശമ്പളം കിട്ടിയാൽ പോരെ. ഇപ്പൊ അങ്ങനെയൊക്കെ മാറ്റിയാലും എൻ്റെ ശമ്പളത്തിനൊരു കുറവുണ്ടാവില്ല. ആ കാര്യം ഞാൻ ഉറപ്പ് തരാം. അതുപോലെ അല്ല, നിങ്ങൾ എന്തോ ഓനോട് ശമ്പളത്തിന്റെ കാര്യം പറയണത്? ഓൻ ശമ്പളത്തിന് വേണ്ടി അവിടെ നിക്കണത്? സ്വന്തം സ്ഥാപനം പോലെ അല്ലേ ഓനത് നോക്കി നടത്തിയത്? അല്ല, മറ്റോര് പറയണ കേട്ടിട്ട് നിങ്ങൾ എന്തിനാ ഓനെ മാറ്റാൻ നടക്കണത്? ദീനത്തെ അല്ലെങ്കിൽ ഇപ്പൊ ഓനവിടുന്ന് മാറ്റേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല. ഓനിപ്പോ അതൊരു മാനക്കേടായില്ലേ. റഹീമിനിപ്പോ ഞങ്ങളൊന്നൊരു വിശ്വാസം ഇല്ലാതെ നിൽക്കുന്നു. ഞങ്ങളിനിപ്പോ ഇവിടെ നിൽക്കണതിൽ വലിയ കാര്യമൊന്നും ഇല്ലെന്നാ തോന്നുന്നത്. ഉമ്മ പറഞ്ഞതുപോലെ നിങ്ങൾ എല്ലാരെയും വെറുപ്പിച്ചളി. അവസാന കാലത്തെ ആരും ഉണ്ടാവില്ല ഞമ്മക്ക്. അല്ലെങ്കിലും ഇപ്പൊ എന്ത് ചെയ്താലും ഇപ്പൊ എനിക്ക് കുറ്റം തന്നെയാണ്. ഒന്ന് സ്വൈരം കെടുത്താക്കോ. ഞാൻ പറഞ്ഞതാണ് ഇപ്പൊ കുറ്റം.